ഇതിന് കുറേ മിസ്റ്ററികളുണ്ട്. കാരണം അതായത് 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ പെയിൻ്റ് അടിക്കുകയും മാറ്റം വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഡോറുകളും ഇവിടെ ഇല്ല. അതൊക്കെ കൊണ്ടുപോയതാണെന്നാണ് പറയപ്പെടുന്നത്. പുത്രഭാഗ്യമില്ലാതിരുന്ന സമയത്ത് അക്ബർ ചക്രവർത്തി സിക്ക് എന്ന ഗ്രാമത്തിലോട്ട് യാത്ര ചെയ്യും. അവിടെ സലീം ചിസ്തി എന്ന സന്യാസിയെ പരിചയപ്പെട്ട് പുള്ളിയുടെ അനുഗ്രഹത്താൽ മകൻ ജനിച്ചു. അതായത് ജഹാംഗീർ. സലീം എന്നായിരുന്നു മുന്നേ പേര്, ജഹാംഗീർ. അങ്ങനെയാണ് ആഗ്രയിൽ നിന്ന് ഇവിടുത്തെ അതായത് ഫത്തേപൂർ സിക്രിയിലോട്ട് തലസ്ഥാനം മാറ്റുന്നതും. പക്ഷേ ഇവിടുത്തെ വരൾച്ച കാരണം ഒരു 10-14 വർഷമേ ഇവിടെ തലസ്ഥാനമായി നിലകൊണ്ടുള്ളൂ. പിന്നീട് വീണ്ടും ആഗ്രയിലോട്ട് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇത് പേർഷ്യൻ, ഇസ്ലാമിക്, ഹിന്ദു വാസ്തു ആർക്കിടെക്ചർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജോധാബായ് പാലസ്. ജോധാബായ് എന്ന് വെച്ചാൽ അക്ബറുടെ പ്രിയ ഭാര്യ ജോധാബായ്, അല്ലെങ്കിൽ മറിയം ഉസ്സമാനി. അതായത് ജഹാംഗീറിൻ്റെ അമ്മയും ഇവർ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രാധാന്യം ഉണ്ട്. അവർക്ക് വേണ്ടി പണികഴിപ്പിച്ച ഫത്തേപൂർ സിക്രിയിലെ കൊട്ടാരമാണ് ഈ കാണുന്നത്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടെ വേനൽക്കാലത്തും അതേപോലെ തന്നെ വിൻ്ററിലും ചൂട് നിലനിർത്താൻ വേണ്ടിയുള്ള ടെക്നോളജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തെയും പോലെ ഇവിടെയും നല്ല കൊത്തുപണികളും കാര്യങ്ങളും. ഇവിടുത്തെ തൂണുകൾ ശ്രദ്ധിച്ചാൽ മണികളും സംഭവങ്ങളൊക്കെയുള്ള ഒരു ഹിന്ദു ആർക്കിടെക്ചർ രൂപത്തിലാണ് ഇവിടെ പല കൊത്തുപണികളും ചെയ്തിട്ടുള്ളത്. കാരണം അക്കാലത്ത് രാജാവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം നടന്ന ഒരു കല്യാണമാണ്. ജോധാബായ് ഒരു ഹിന്ദു ആയിരുന്നു, പക്ഷേ മതവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അന്തപ്പൂരിൽ ഹിന്ദുവായ മറ്റൊരു ഭാര്യയും അതേപോലെ തന്നെ പോർച്ചുഗീസ് ഭാര്യയെന്നോ അല്ലെങ്കിൽ അന്തപ്പൂർ സ്ത്രീയെന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ ദിവാനി കാസെ, അതായത് വിദേശികളുമായിട്ട് അക്ബർ ചക്രവർത്തി മീറ്റിങ്ങുകളും ഒക്കെ നടത്തിയ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ ഇവിടെ ട്രഷറി ഉണ്ട്, രത്നങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചത് അവിടെയാണ്. പിന്നെ അന്തപുര സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാറ്റുകൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് 5 നിലകളിലായിട്ടുള്ള പാഞ്ച് മൈൽ എന്ന് പറഞ്ഞ ഈ കെട്ടിടം. താഴത്തെ നിലയിൽ 84 തൂണുകളും പിന്നെ ഓരോ നിലകളും കുറഞ്ഞ് മേലെ 4 തൂണുകളായിട്ടുള്ള ഒരു നിർമ്മിതിയാണത്. അതേപോലെ തന്നെ അക്ബർ ചക്രവർത്തി മനുഷ്യനെ കൊണ്ട് ചതുരംഗ കളി കളിപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഒരു ചതുരംഗ കളമാണ് ഈ നടുമുറ്റത്ത് ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നെ ഇത് ഒരു പത്നിയുടെ പാലസാണ്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പാലസുകളും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കാണാം. അതേപോലെ അക്ബർ ചക്രവർത്തിയുടെ പ്രിയ ഗായകൻ തൻസെ ഇവിടെയുള്ള അനൂപ് തലാവ് ഈ കുളത്തിൽ നടുക്കിരുന്നു കൊണ്ടാണ് പാടിയതെന്നാണ്